തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പള്ളിയും മദ്രസകളും ഈ ജിന്നാരോപണം നടത്തി ഏതെങ്കിലും ആളുകൾ കൈക്കലാക്കുന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി ആ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് പകരം രംഗത്ത് വരുന്നതാരാ? KNM-ന്റെ മെമ്പർഷിപ്പുകൾ പോലും ഇല്ലാത്ത, ഈ കഴിഞ്ഞ 10 വർഷം ഇതിനെ രൂക്ഷമായി വിമർശിച്ച് പ്രസംഗിച്ച് നടന്നിരുന്ന, അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ചില ആളുകൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്ന് ഇപ്പൊ ഇതിലുള്ള ആളുകൾ ആക്ഷേപിച്ച് പറയുന്ന സ്വഭാവമാണ് യഥാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അടത്തനാട്ടുകരയിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായത്? നിങ്ങൾക്കറിയോ? ഞങ്ങൾ ആരെങ്കിലും ഈ വിവാദം ഇവിടെ പറഞ്ഞത് നിങ്ങൾക്കറിയോ? അറിയാത്തത് കൊണ്ടല്ല. നേരത്തെ ബഹുമാനനായ എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ ഇവിടെ ഈ സംഘടനക്കുള്ളിൽ നടന്ന പല കാര്യങ്ങളും പറഞ്ഞു. അതിനൊക്കെ പല യോഗങ്ങളിലും സാക്ഷികളായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇത് ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു സംഘടനയായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നേതൃത്വം പരിഹരിച്ച് മുന്നോട്ട് പോകും, അത് നമ്മുടെ ആളുകൾ അറിയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നതാണ് സഹോദരങ്ങളെ. എന്നിട്ട് അതാണ് ഇപ്പൊ വലിയൊരു കുറ്റമായി ആളുകൾ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എടത്തനാട്ടുകരയിൽ ഞങ്ങൾ ആരും ഈ പ്രശ്നം എടുത്തിട്ടില്ല. പിന്നെ ഏതാ എടുത്തിട്ടത്? ചേരിപ്പറമ്പിലാണ് ഈ വിവാദം, ഈ ചേരിതിരിവുണ്ടാക്കുന്ന പ്രസംഗം ഒന്നാമതായി വന്നത്. എല്ലാവരും അറിയുക, അത് കേരള നദുവത്തുൽ മുജാഹിദീന്റെയും ISM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും മണ്ഡലം കമ്മിറ്റി അറിയാതെ നടന്ന ഒരു പരിപാടിയാണ്. മണ്ഡലം കമ്മിറ്റി അറിയാതെ നടന്ന ചേരിപ്പറമ്പ് ശാഖയിലെ KNM-ഉം ISM-ഉം MSM-ഉം സംയുക്തമായി യോഗം ചേർന്ന് തീരുമാനിക്കാതെ നടന്ന, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഏതാനും ചില ആളുകളെ കൊളുത്തി വലിച്ചു കൊണ്ടുപോയി നേരത്തെ മടവൂർ വിഭാഗത്തിന്റെ പ്രചാരകനായി നടന്നിരുന്ന ഒരു വ്യക്തി മുൻകൈയെടുത്ത് നടത്തിയ ഒരു പരിപാടിയാണ് ചേരിപ്പറമ്പ് നടന്നത്. നിങ്ങൾക്കറിയാം, എല്ലാവരും വിചാരിച്ചത് എന്താ? അത് സലഫി സെന്ററിൽ യോഗം കൂടി എല്ലാവരും ഒരുമിച്ചെടുത്ത് തീരുമാനമെടുത്ത് മിനിറ്റ്സ് എഴുതി സംഘടിപ്പിച്ച പരിപാടിയാണെന്നാണ്. അല്ല, അതങ്ങനെ ഒരു ചെറിയ ന്യൂനപക്ഷം ഇതിന്റെ ഉള്ളിൽ നിന്ന് നേരത്തെയുള്ള വടവൂർ വിഭാഗത്തിലുണ്ടായിരുന്ന ആളുകളുമായി കൂട്ടി ഘടിപ്പിച്ചുകൊണ്ട് അവർ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അത് സംഘടിപ്പിച്ചു, വീണ്ടും കോട്ടപ്പള്ളയിൽ സംഘടിപ്പിച്ചു. അതും അങ്ങനെ ഷൂറ ചെയ്ത് സംഘടിപ്പിച്ച പരിപാടിയല്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ 4 കണ്ടം സ്കൂൾ ഗ്രൗണ്ടുകളിലുമൊക്കെ അതൊക്കെ ഏതാനും ചില ആളുകൾ കൂടിയാലോചിച്ചുകൊണ്ടാണ്. അല്ലാതെ പ്രസ്ഥാനം എന്ന നിലക്ക് ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകന്മാർ ഞങ്ങൾ ആരും അറിഞ്ഞുകൊണ്ടല്ല. അപ്പൊ എന്താ അതിന്റെ വിഷയം? ഇതൊരു കോക്കസ് മേലെ തലക്കെന്ന് തന്നെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതാണ് നേരത്തെ പറഞ്ഞ 5/6/2011 CD ടവറിൽ ചേർന്ന യോഗം. ആ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ഈ പ്ലാൻ തയ്യാറാക്കുന്നത്. ആ യോഗത്തിൽ അവരുടെ ചില ആളുകൾ തന്നെ അവിടെയുള്ള സംസാരങ്ങൾ റെക്കോർഡ് ചെയ്ത് ഇപ്പൊ ചില ആളുകൾക്ക് കൈക്ക് അത് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും യാഥാർത്ഥ്യം മനസ്സിലായി. അതിൽ പറയുന്നുണ്ട്, ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ ഒരിക്കലും തന്നെ ലാപ്പിൽ പരീക്ഷണം നടത്തി ഇത് തീരുമാനിക്കാൻ നിന്നാല് ഇവിടെ സക്കരിയ സലാഹി പറയണതിൽ തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം പറയാണ്, അതായത് ആദർശ വ്യതിയാനം ആരോപിക്കണമെങ്കിൽ എന്തു പറയണമെന്ന് ആ യോഗത്തിൽ വെച്ചാ തീരുമാനിക്കണത്. അതിന്റെ ഓഡിയോ കേസറ്റ് കിട്ടും, നിങ്ങളതൊന്ന് കേൾക്കണം. അതായത് ഒരു സംഘടനയെ ആക്രമിക്കാനും ഇതിൽ നിന്ന് ആളുകളെ പുറത്തിടുവാനും വേണ്ടി ആ 5/6/2011 CD ടവറിൽ ചേർന്ന് നേരത്തെ വിശദീകരിച്ച ആ ഗ്രൂപ്പ് യോഗത്തിൽ അജണ്ട ഉണ്ടാക്കുകയാണ്. എന്ത്? അത് ജിന്നോട് തേടുന്നുണ്ട് എന്നാണ് പറയാൻ നല്ലത്. അത് പറയുമ്പോഴേ ജനങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാതെ അതൊരു ലാബില് പരീക്ഷണം നടത്തി നോക്കിയാല് അങ്ങനെ അവസാനം നോക്കി അങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങള്. അപ്പൊ അതാണ് കൃത്രിമമായി ഉണ്ടാക്കിയതാ. അതിപ്പോ അവിടെ കുറെ വിശദീകരണങ്ങളാണ് നടന്നു കഴിഞ്ഞപ്പോ എന്തായി, ആളുകൾക്കൊക്കെ അത് മനസ്സിലായി. അതേതോ കുറച്ച് ആൾക്കാർ പണ്ട് പറഞ്ഞിന്ന് മാറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, അത്തരം ദുരാരോപണങ്ങളും കാര്യങ്ങളും വിശദീകരണങ്ങളും നടത്തി സമയം കളയാൻ നമുക്ക് നേരല്ല. ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ആ വിഷയത്തിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും വസുവാസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതാത് മഹല്ലുകളിൽ ആ കാര്യം നിർവഹിക്കുക. നമുക്ക് ഇവിടെയുള്ള അജണ്ട എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ശാന്തമായിട്ട് പോകണം. ഇവിടെ തൗഹീദിന്റെ പ്രബോധനം നടക്കണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജീർണതകളിൽ നമ്മളെ കുട്ടികളായി പോകുന്നുണ്ട്. ഈ രാത്രി സമയത്ത് പലപ്പോഴും ദൂരപ്രദേശത്ത് നിന്ന് പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ കോട്ടപ്പള്ളിയിലൂടെ ഇതിലൂടെയൊക്കെ വരുമ്പോ ഒരുപാട് മക്കൾ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ മുമ്പിൽ വീട്ടിൽ പോകാതിരിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ നമ്മുടെ നാടായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ വലിയ പ്രശ്നത്തിലേക്കാ പോണത്. ഞാൻ വേറൊന്നുകൂടെ പറയട്ടെ, നമ്മുടെ നാട്ടില് ഇപ്പൊ നേരത്തെ 10 വർഷം മുമ്പുണ്ടായ ആ പ്രശ്നമാണെങ്കിലും ഇപ്പോഴുണ്ടായ പ്രശ്നമാണെങ്കിലും അതിന്റെ പേരിൽ മഹല്ലുകളിൽ ചേരി തിരിയുന്നത് ഈ ജിന്നും ശൈത്താനും അതുപോലുള്ള കാര്യങ്ങളും ആദർശവും വിഷയവും ഒന്നും പറഞ്ഞിട്ടല്ല. അതൊരു മറ മാത്രമാണ്. മറിച്ച് ഓരോ മഹല്ലിന്റെ ഉള്ളിലും ഉള്ള നിലവിലുള്ള ചില പ്രശ്നങ്ങൾ
അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ, അതല്ലെങ്കിൽ അവിടെയുള്ള അധാർമിക പ്രവർത്തനങ്ങളിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പൊളിയുമെന്ന ഭീഷണിയുള്ള അവസ്ഥകൾ, ഇതൊക്കെയുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും ഇതിന്റെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് ഇവിടെ രംഗത്ത് വരുന്നത്. ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയോ? ഈ മെമ്പറുകളിൽ നിന്നും മദ്രസയിൽ നിന്നൊക്കെ ഇത്ര ആളുകളെ ഒഴിവാക്കിയിട്ട് വളരെ സാംസ്കാരികമായി നിലവാരം കുറഞ്ഞ ആളുകളാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഏതിന്റെ കെയർ ഓഫില്? ഞങ്ങൾ KNM എന്നും പറഞ്ഞിട്ടാ. ഇന്നലെ വരെ KNM മര്യാദക്കോടെ പ്രവർത്തിക്കുമ്പോ ഇവരാരും ഞങ്ങളാരും കണ്ടിട്ടില്ല അവിടെ. അതുകൊണ്ട് എന്റെ കാരണവന്മാരും ഓരോരുത്തരും നല്ലോണം ശ്രദ്ധിക്കുക. ഞാനിതൊന്നും അറിയില്ലേ, ആരെ പള്ളി ഭരിക്കണ്ട വെച്ചാൽ ഭരിച്ചോട്ടെ. അതിന് പള്ളിയിൽ വരുന്ന ആളായാലും വേണ്ടില്ല, വരാത്ത ആളായാലും വേണ്ടില്ല, ഇനി കുറച്ച് പലിശ കൊടുക്കുന്ന ആളായാലും വേണ്ടില്ല, കുറച്ച് വേറുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടായ ആളായാലും ഞങ്ങളോട് പള്ളിന്റെ കാര്യമൊന്നും പറയരുത്, ഞങ്ങൾ ഇങ്ങനെ ഒഴുക്കമട്ടിൽ പോയി കൊടുക്ക എന്ന് വന്നാൽ എന്താ അറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, തിന്മ വ്യാപിച്ചാൽ, ഒരു സമൂഹത്തിൽ വ്യാപിച്ചാൽ അതിന്റെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ ആ കപ്പല് മുങ്ങുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് മുങ്ങുക എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിയണം. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ഒരു കപ്പൽ 2 തട്ടുണ്ട്. ആ കപ്പലിന്, ആ കപ്പലിന്റെ താഴത്തെ തട്ടിലുള്ള ആളുകൾക്കുള്ള വെള്ളം മുകളിലത്തെ തട്ടിലാണ്. അപ്പൊ കുറച്ചാണ് മുന്നോട്ട് പോയപ്പോ ഒരാൾക്ക് തോന്നി, എന്തിനാ മുകളിലേക്ക് ഇങ്ങനെ കയറി പോണത്, ഇവിടെ തന്നെ ഒരു ദ്വാരം ഉണ്ടാക്കിയാൽ ഇവിടുന്ന് വെള്ളം കിട്ടുമല്ലോ. അങ്ങനെ അയാൾ അവിടെ ഒരു ദ്വാരം ഉണ്ടാക്കാൻ നോക്കി. യഥാർത്ഥത്തിൽ ഇത് കണ്ടിരിക്കണ മറ്റു യാത്രക്കാർക്ക് അത് അയാളെ സീറ്റിന്റെ ചോട്ടിലല്ലേ അത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ എന്താ സംഭവിക്കുക? വെള്ളം ആ ദ്വാരത്തിലൂടെ കയറിയാൽ 500 ആൾ ആ കപ്പലിലുണ്ടെങ്കിൽ 500 ആളും മുങ്ങും. മനസ്സിലായോ? എടത്തനാട്ടുകരയാകുന്ന ഈ കപ്പലിൽ പലിശയുടെ, വ്യഭിചാരത്തിന്റെ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ, ധൂർത്തിന്റെ, ശിർക്കിന്റെ ഏതെങ്കിലും ദ്വാരങ്ങൾ ഉണ്ടായാൽ, ആ ദ്വാരങ്ങളിലൂടെ അത് വന്നാൽ നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ അതിൽ മുങ്ങിപ്പോകാനുള്ളവരാണ്. അതുകൊണ്ട് ഈ നന്മയുടെ കൈത്തിരി കെടാതെ സൂക്ഷിക്കേണ്ടത് ഏതെങ്കിലും സംഘടനാ പ്രവർത്തകന്മാരുടെയോ മൗലവിമാരുടെയോ മാത്രം ബാധ്യതയല്ല, നമ്മുടെ ഓരോരുത്തരുടെ കാരണവന്മാരുടെയും അതുപോലെ തന്നെ യുവാക്കളുടെയും എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്ത ബോധം നമ്മളിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് ഇവിടെ ആവർത്തിച്ച് സൂചിപ്പിക്കാനുള്ളത്. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിക്കണമെന്നോ ഭൗതികോ അഭൗതികോ എന്തെങ്കിലും ചോദിക്കണമെന്നോ നമ്മൾ ആരും പറയുന്നില്ല. എന്തുണ്ടെങ്കിലും ആ പ്രാർത്ഥന പടച്ചതമ്പുരാനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ യാതൊരു ദുർമന്ത്രവാദത്തിലേക്കും നമ്മൾ ആരും പോകുന്നില്ല. മറിച്ച് ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലണം. അത്തരം കാര്യങ്ങളാണ് പൈശാചികമായ ബാധ ഉണ്ടായാൽ ചെയ്യേണ്ടത്. അല്ലാതെ അടിച്ചറക്കാനും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും, അതുപോലെ പണിക്കന്മാരടുത്തും ജ്യോത്സ്യന്മാരടുത്തും തകിടും കെട്ടി, ഏലസ് കെട്ടി, നൂല് കെട്ടി അത്തരം ദുർമന്ത്രവാദ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ എടത്തനാട്ടുകരയിൽ ഈ ഒരു ബോധമുള്ള ഒരാൾ പോലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. എന്നാൽ ഇസ്ലാം പറയുന്ന റുഖിയ ശർഇയ്യ മതത്തിലുണ്ട് എന്നത് ആളുകളെ പഠിപ്പിക്കുന്നതിന് അതൊന്നും ഞങ്ങൾക്കൊരിക്കലും തടസ്സവുമല്ല. രണ്ടും കൂട്ടിക്കുടച്ച് ആളുകളെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു തെറ്റും നമ്മളാരും ആശയപരമായിട്ടോ സംഘടനാപരമായിട്ടോ ചെയ്തിട്ടില്ല. PISM-നും MSM-നും എതിരെ നടപടി വന്നു. ആ നടപടി വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്? അതിന് അപ്പീൽ കൊടുത്തു. ഞങ്ങളോടൊരു വാക്ക് ചോദിക്കാതെയാണ് ഈ നടപടി എടുത്തിട്ടുള്ളത്. ഞങ്ങൾ അതിനെന്ത് ചെയ്യണം? ഞങ്ങളുടെ വിശദീകരണം കൂടി കേട്ടിട്ട് ഒരു തീരുമാനം പറയണം എന്ന് പറഞ്ഞൊരു അപ്പീൽ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആ അപ്പീൽ ഇന്നലെ വരെ അതെന്ത് ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അതിന് പകരം എന്താ ചെയ്തത് അറിയോ? ഞങ്ങളെ പറ്റി ഏകപക്ഷീയമായി എടത്തനാട്ടുകര വന്ന് പാലക്കാട് വന്ന് പ്രസംഗിക്കുക ചെയ്തത്. ഇവരൊക്കെ ധിക്കാരികളാണ്. അപ്പ മാത്രമാണ് ഞാൻ എടത്തനാട്ടുകര സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഈ വിഷയം വിശദീകരിച്ചത്. ഇപ്പൊ പറയണ എന്താ അറിയോ? ക്ഷമിച്ചില്ല, വേഗം ഇറങ്ങി പുറപ്പെട്ടാണ് വിശദീകരിക്കാൻ തുടങ്ങി. അല്ല, ഈ വിഷയ വല്ലാതെ വന്ന് പറഞ്ഞപ്പോ മാത്രമാണ് എന്ത് ഞങ്ങൾ ആ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയോ ആ ഒരു അപ്പീല് അംഗീകരിക്കണം. അപ്പൊ ഇന്നിപ്പോ കൗൺസിൽ കൂടിയിട്ട് എന്താ ചെയ്തതെന്നറിയോ? ആ കത്തിൻ്റെ എടുത്തിട്ട് 2 അപ്പീലുണ്ട് ഇവിടെ. ഒന്ന് ISM-ന്റെയും MSM-ന്റെയും, പിന്നെ സക്കരിയ സ്വലാഹി കൊടുത്തൊരു കത്തുണ്ട്. ആദ്യം തന്നെ പറയണെന്ത്, അത് വായിച്ചിട്ടാണ് സദസ്സൊന്നും പറയാ എന്ത്, അത് തള്ള, അതങ്ങനെ വായിക്കണമെന്നില്ല. ഇനി ഒരു നിയമ നടപടിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അത് വായിക്കാം. നിയമ നടപടിന്റെ ഭാഗമായിട്ട് ഒന്ന് വായിക്കാം. എന്നിട്ട് ഒരൊറ്റ വായിച്ച് ശ്വാസം കിട്ട് വിടുമ്പോ തന്നെ പറയാം ഇത് റദ്ദ് ചെയ്യാണ്. അല്ലാഹു അക്ബർ. നേരത്തെ ഒരുക്കി വെച്ച കൗൺസിലാണല്ലോ,
ഇങ്ങനെയാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്താ അവസ്ഥ? ഞങ്ങളോട് ഇപ്പോഴും ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വിശദീകരിക്കാനുള്ള അവസരം എപ്പോഴും തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കണം എന്താന്ന് വെച്ചാൽ ISMന്റെ MSMന്റെയും കമ്മിറ്റികൾ സംസ്ഥാനം മുതൽ ശാഖ വരെ ഒരു പോറലും ഏൽക്കാതെ ഇവിടെ ഉണ്ട്. അപൂർവം ചില ആൾക്കാർ മാത്രമേ അവരുണ്ടാക്കിയ അഡ്വോക്കേറ്റ് കമ്മിറ്റിന് പിന്നാലെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ശക്തമായ പ്രബോധന പ്രവർത്തനം നടത്തി പോവുകയാണ്. അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ എക്സിക്യൂട്ടീവ് നടക്കുന്നുണ്ട്, അതിന്റെ കൗൺസിൽ നടക്കുന്നുണ്ട്, അതിന്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ അതിന്റെ കണക്ക് അവതരിപ്പിക്കും. 2 മാസം കൂടുമ്പോൾ ISMന്റെ സംസ്ഥാന കമ്മിറ്റിന്റെ കണക്ക് അവതരിപ്പിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൂടി കോഴിക്കോട് കൂടിയിട്ട് അതിന്റെ കണക്കും വൗച്ചറും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഒരു സങ്കടം നിങ്ങളോട് പറയട്ടെ, ഒരു ആളുകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പിരിച്ചുണ്ടാക്കിയ കുറച്ച് കാശ് നമ്മളെ അക്കൗണ്ടിലുണ്ട്. അതിപ്പോ ഇവര് പോയി ഫ്രീസ് ചെയ്തിട്ടുണ്ട്, എടുക്കാൻ അയച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ. ആരെ പൈസ എന്നറിയോ? ഇവിടെ തൊഴിലില്ലാത്ത മനുഷ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടി സാധുക്കളായ ആൾക്കാർ തന്ന പൈസ, അവർക്ക് സഹായത്തിന് വേണ്ടി കൊടുക്കാനുള്ള കാശ് അതവിടെ ഉണ്ട്. ആ ബാങ്കിന്റെ അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോയേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യണത്? പല രീതിയിലും പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ നയാ പൈസ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് വസ്തുതയോടുകൂടി ഒരാൾക്കും ഇവിടെ തെളിയിക്കാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ 1000 നാവോടുകൂടി ഞാൻ പറയുകയാണ്, വസ്തുനിഷ്ഠമായി നിങ്ങളത് തെളിയിക്കണം. തെളിയിക്കാൻ കഴിയില്ല. മറിച്ച് പലതും ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. പക്ഷേ ഇത്രകാലം മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ഞങ്ങൾ സ്നേഹിച്ച ബഹുമാനിച്ച ഞങ്ങളെ നേതാക്കന്മാർക്ക് നേരെ, സംഘടനക്ക് നേരെ അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ എന്നതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ മാളത്തിലിട്ട് വല്ലാതെ കുത്തരുത് എന്ന് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. കാരണം ഇതിങ്ങനെ നാട്ടുകാരെ മുമ്പിൽ വിളിച്ചു പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല, അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ് ആ കാര്യം പറഞ്ഞത്. MSMന്റെ സംഗതി തന്നെ, MSM പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ സഹായിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി MSMന് അപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 5 വർഷം പിന്നെ സ്റ്റൈപ്പൻഡ് കൊടുക്കുകയാണ്. MSM മാസത്തിൽ കാശ് കൊടുക്കും. ആ കാശ് വെച്ചിട്ടാണ് ആ സാധുവായ കുട്ടി എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള കാശ് ഈ നടപടി വന്ന സമയത്ത് നമ്മുടെ MSMന്റെ പ്രവർത്തകന്മാര് ആ അക്കൗണ്ടിൽ നിന്ന് എടുത്തുങ്ങാണ്ട് അവരെ വിളിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നാട് മുഴുവൻ വിളിച്ചു പറയണത് താജുദ്ദീൻ സലാഹി ലക്ഷങ്ങൾ കട്ടിങ്ങാണ്ട് പോയതാണ്. ഇതൊക്കെ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത്? അങ്ങോട്ട് പറയന്നെ. ഈ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു തെറ്റും ഞങ്ങൾ ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ISMന്റെ തെരഞ്ഞെടുപ്പ് കൂടെ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു കൃത്രിമത്വം ഉണ്ടെന്ന് വസ്തുതാപരമായി തെളിയിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നത് നിങ്ങൾക്കറിയോ? ഈ പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ വേദിയിൽ ആരൊക്കെയുണ്ട്? ബഹുമാന്യനായ P. അബ്ദുൽ ഖാദർ മൗലവി, M. മുഹമ്മദ് മദനി, നൂർ മുഹമ്മദ് നൂർ ഷാ സാഹിബ്, അബ്ദുറഹ്മാൻ മദനി പാലത്ത്, അതുപോലെ തന്നെ MT അബ്ദുസ്സമദ് സുല്ലമി, ഇതുപോലെയുള്ള ആളുകളൊക്കെ ആ വേദിയിലുണ്ട്. അവരുടെ ഒക്കെ സാന്നിധ്യത്തില് ആണ് ഇലക്ഷൻ നടന്നത്. എന്നിട്ട് ഒരു പാനൽ ക്ഷണിച്ചപ്പോ ഒരു പാനലാ വന്നത്. എന്നിട്ടും പ്രസിഡന്റ് പറഞ്ഞാൽ എന്താ അറിയോ? ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പാനൽ കൊണ്ടുവരണ്ടെങ്കിൽ കൊണ്ടുവരാ, 15 മിനിറ്റ് അതിന് സമയവും തരാം, പേപ്പറും തരാം, അതാ സൗകര്യവും തരാം. സൗകര്യം കൊടുത്തു. ആരും എഴുതണില്ല, ആർക്കും എഴുതാനല്ല. ആ ഒരൊറ്റ പാനൽ തന്നെ ഉള്ളൂ. മറിച്ചൊരു പാനൽ അവിടെ വന്നിട്ടില്ല. അവസാനം മുഹമ്മദ് മദനി എന്നോട് പറഞ്ഞു, മുഹമ്മദിന് പറഞ്ഞു, ഇനി എന്തിനാ സമയം കൊടുക്കണത്, ആരും എഴുതുന്നില്ല, ഇനി നടത്തിക്കാളി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും പറഞ്ഞത് എന്താ അറിയോ? അല്ല, 15 മിനിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാൻ പാടുള്ളൂ. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ അടുത്താണ് എന്റെ വന്യ പിതാവ് മരണമടഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തിപരമായ അസൗകര്യങ്ങൾ നേരത്തെക്കാളും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരാളെങ്കിലും 200 ചില്ലാനം വരുന്ന കൗൺസിലർമാരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഇതിന്റെ ഭാരവാഹിയാകാൻ ഇപ്പോൾ പാടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. മറിച്ച് ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഇനി ഒരാളായിട്ട് ഇന്ന് ഒഴിവായിങ്ങാണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് ഉത്തരവാദിത്തത്തിൽ നിന്നത്. അങ്ങനെ സുതാര്യമായി നടന്ന തെരഞ്ഞെടുപ്പാണത്. അതിനെക്കുറിച്ച് അവിടുന്ന് ഒരു കടലാസ് കിട്ടി, ഇവിടുന്ന് ഒരു കടലാസ് കിട്ടി എന്ന് പറഞ്ഞ് ഞാൻ നിഷേധിക്കാൻ കഴിയുമോ എന്ന് പല ആൾക്കാരും ചോദിച്ചു. എന്നാ ഞാൻ പറയാണ്, ഞാൻ നിഷേധിക്കുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി, ISMന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അത്തരം ഒരു
പേപ്പറിൽ എഴുതി ആളുകളെ വകതിരിച്ച് വേർതിരിച്ച് ഓക്കെയും നോട്ട് ഓക്കെയുമായി വേർതിരിച്ച് എന്റെ കൈപ്പടയിൽ അങ്ങനെ ഒരു സാധനം അവിടെ രചിച്ചിട്ടുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവര് എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര ചെറിയ ആളുകളാണെങ്കിലും ഇപ്പോൾ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ കിട്ടിയതിന്റെ പേരിൽ കഥയറിയാതെ ആട്ടം കാണുന്നവരാണെങ്കിലും അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 101% ഞാൻ നിഷേധിക്കുന്നു. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? തെളിവുമായി വരുമ്പോൾ അടുത്ത ഭാഗം പിന്നീട് പറയാം. വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല വിഷയത്തിൽ. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആവശ്യമില്ലാതെ പറയിപ്പിക്കരുതെന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. പറയുന്നത് അത്ര രസമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് വേറെ തന്നെ പണിയുണ്ട് ഇവിടെ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളായിട്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മള് ഈ ഒരു നിലപാടിൽ നല്ലൊരു നിലപാടിൽ മുന്നോട്ട് പോയപ്പോ നമ്മുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇപ്പൊ മതം സുരക്ഷയാണെന്നുള്ള പ്രമേയത്തില് ഇപ്പോ കരുനാഗപ്പള്ളിയിൽ ഗംഭീരമായ ഇൻസൈറ്റ് എക്സിബിഷൻ നടന്നു, ആലുവയിൽ നടന്നു, ഇന്ന് കോട്ടക്കലിൽ തുടങ്ങി വെച്ചു. ഇനി അടുത്ത ദിവസം കൊണ്ടോട്ടിയിൽ ആരംഭിക്കുകയാണ്. അതോടെ തന്നെ MSMന്റെ പ്രോഫ്കോൺ സമ്മേളനം മലപ്പുറത്ത് ഗംഭീരമായി നടന്നു. സാധാരണ ഒരു വർഷം, ഒരു മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ നീണ്ടു നിന്നിട്ടാണ് ഒരു കടപ്പുറത്ത് ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. കേവലം 10 ദിവസം കൊണ്ട് കടപ്പുറത്ത് വലിയ ഒരു ജനസാഗരം തന്നെ തീർത്തു. അവിടെ വെച്ച് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികൾക്കടക്കം മനസ്സിലായി. നമ്മുടെ നേതാക്കന്മാര് പറയാറുള്ളത് എന്താ? ഒരു സക്കരിയ സോലായി 2 കുറച്ച് കുട്ടികളും ഇതിന് പോയിട്ടുണ്ട് എന്നാ. അതല്ല സംഭവം എന്നുള്ളത് അവിടെ വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ എടത്തനാട്ടിൽ വന്നപ്പോ എടത്തനാട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാ പ്രബോധകന്മാരും ദായിമാരും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതുമ കളിച്ച ആ ഗ്രൂപ്പ് യോഗത്ത് പങ്കെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവര് ആ യോഗത്തിലുള്ള ആൾക്കാർ മാത്രമേ ഒറ്റപ്പെട്ടിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മുഖാമുഖം എന്ന് പറഞ്ഞ് യാഥാസ്ഥിക വിഭാഗം എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനെ വിറപ്പിക്കാൻ നോക്കലുണ്ട്. പക്ഷേ ഇപ്പോഴോ മുജാഹിദ് പ്രസ്ഥാനത്തിന് മുഖാമുഖം നടത്തുക എന്നുള്ളതൊരു വിഷയമല്ല. 40ഓളം മുഖാമുഖമാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ബഹുമാനായ നമ്മുടെ ഫൈസൽ മൗലവിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നത്. എടത്തനാട്ടുകര നടന്നില്ലേ? ഇപ്പൊ നോട്ടീസുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈ നോട്ടീസുകൾ ഇറക്കിയ ആളുകൾക്ക് മണിക്കൂറുകളോളം ചോദിക്കാനുള്ള അവസരം സന ഓഡിറ്റോറിയത്തിൽ കൊടുത്തില്ലേ? ആ സന ഓഡിറ്റോറിയത്തിൽ രാത്രി 12 മണിയാകുന്നത് വരെയും ഇനിയും ചോദിക്കാനുണ്ടോ, ഇനിയും ചോദിക്കാനുണ്ടോ, ഇനിയും ചോദിക്കാനുണ്ടോ എന്ന് ഫൈസൽ മൗലവി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇല്ല. അവസാന ആയുധം വെച്ച് കീഴടങ്ങിപ്പോയവർ ഇപ്പോൾ ഇതാ ഈ സമ്മേളനം പ്രഖ്യാപിച്ച് ഇതിന്റെ പ്രവർത്തനം സജീവമായപ്പോ അവിടുന്ന് ഇവിടുന്ന് നോട്ടീസും ലഘുലേഖയിട്ട് ആകെ വെപ്രാളപ്പെടുകയാണ്. ആ വെപ്രാളുണ്ടാവും. ആ വെപ്രാളം ഇവിടെ നിൽക്കൂല. അത് ഞങ്ങൾ വെച്ച മരുന്ന് കൊണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖാമുഖം അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു വിഷയമുള്ള കാര്യമല്ല. ആരുടെ ചോദ്യത്തിന് മറുപടി തരാൻ പറ്റും? അത് ഞങ്ങളുടെ പൗറല്ല. പ്രമാണത്തിലുള്ളത് ഉള്ളതുപോലെ ജനങ്ങളോട് പറയുമ്പോ ആരെ മുമ്പിൽ നിൽക്കാൻ പറ്റും? പിന്നെ വലിയൊരു പ്രശ്നം നിങ്ങളിപ്പോ പിന്നെ ഖുറാഫികളെ പോലെ ആയത്തോതി എന്നാണ്. ആയത്തോതി ശിർക്കിന് തെളിവായിട്ട് ആയത്തോതി എന്നാ പറയുന്നത്. ആ ബഹുമാനായ ഫൈസൽ മൗലവി കടപ്പുറത്ത് 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വെല്ലുവിളിയുണ്ട്. ഞാൻ കോഴിച്ചന സംവാദത്തിൽ എന്തെങ്കിലും നിലക്കുള്ള ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് പ്രമുഖമായി നിൽക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയുമായി പരസ്യമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഈ കടപ്പുറത്ത് വേണമെങ്കിൽ നടത്താം. എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നടത്താം. നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. അത് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടി പറയാ, എന്നിട്ട് സാധാരണക്കാരെ ശിർക്കാരോപിക്കുക. അതായത് പണ്ഡിതന്മാർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി ഇല്ല. ഓരോരുത്തരെ ചെവി പോയിട്ട് അത് ശിർക്കാട്ടോ, ഇവൻ ശിർക്കാട്ടോ, ഇവൻ മുശ്രിക്കാട്ടോ, ഇവൻ ഗാഫറാട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതി മാന്യന്മാർക്ക് യോജിച്ചതല്ല എന്ന് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഈ രംഗത്ത് നല്ല ശക്തമായി മുന്നോട്ട് പോയപ്പോൾ അത്തരം ആളുകൾക്ക് ഇപ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരാദ്യം പറഞ്ഞ ആരോപണം ഒക്കെ അവർക്ക് വിഴുങ്ങേണ്ടി വന്നു. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞ വെല്ലുവിളി അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോ ആരെയും കിട്ടാത്തോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ അറിയോ? പണ്ട് മടവൂർ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ആളുകളുമായി ഇപ്പോൾ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലയിച്ചുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലങ്ങളിലും. ഒരുപാട് സ്ഥലങ്ങളിൽ അവരെ കമ്മിറ്റിക്ക് എടുക്കുക, രക്ഷാധികാരികളാക്കുക, എന്നിട്ട് ഇങ്ങനെ കൂടി ലയിച്ച് അവരിങ്ങനെ ഒരുമിച്ച് പോവുക. ഇതന്നെ ഞങ്ങളും പറഞ്ഞത്. ഇതിങ്ങനെ ഒന്നാവും. അതൊന്നാകണ ഒരു ചർച്ച വന്നപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞു, എന്ത് ഒരു കാരണത്തിന്റെ പേരിലാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഭിന്നിച്ചത്. ആ കാരണം എപ്പോഴും നിലവിലുണ്ട്. ആ കാരണം മാറാതെ പറ്റൂല എന്ന് പറഞ്ഞു. അത് പറ്റൂല എന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്കൊക്കെ എതിരിലുള്ള പ്രശ്നം. ഇപ്പോ ഐക്യത്തിനൊന്നും ഞങ്ങൾ ഒരിക്കലും എതിർപ്പില്ല. ആരുമായി ഐക്യപ്പെടാം. പക്ഷെ എന്ത് വേണം?
എന്ത് വേണം? പ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മടവൂർ വിഭാഗത്തിൽ ആ വിഭാഗത്തെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കാൻ നമ്മൾ ആളല്ല. അതിലും സുന്നത്തുള്ള, അതിലും തെക്കുവയുള്ള, സന്മനസ്സുള്ള, അറിയാതെ അവരിൽ അകപ്പെട്ടു പോയ ഒരുപാട് സാധാരണക്കാർ എത്രനായിട്ടുണ്ട്. അവരൊക്കെ പോയി വിശദീകരണം കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന്റെ സജീവ പ്രവർത്തകന്മാരായിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിഭാഗങ്ങളിൽ നിന്നും ആരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇത് ദീനിന്റെ നന്മക്കിണീന് യാതൊരു പ്രയാസവും നമുക്കില്ല. ആരോടും നമുക്ക് അങ്ങനെയുള്ള ആക്ഷേപം ഇവിടെ ഉന്നയിക്കുന്ന അവസ്ഥയും ഇല്ല എന്ന് മാത്രമേ സൂചിപ്പിക്കുവാനുള്ളൂ. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങിപ്പോവുകയാണെന്ന് അപ്പൊ പറയുന്നത്. ഞങ്ങൾ ഒരു വ്യക്തിന്റെ കൂടെയും പോണില്ല. ബഹുമാനായ ഹുസൈൻ സലഫി ഇവിടെ ഈ സ്റ്റേജുമുണ്ട്. ആ ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ പിന്നിൽ ഇപ്പോൾ ആൾക്കാർ കൂടി ഇല്ല. മുജാഹിദുകൾ അങ്ങനെ ഒരാളെ കൂടെ കൂടുന്ന ആളല്ല. അതല്ലെങ്കിൽ സക്കരിയ സലാഹിന്റെ കൂടെ കൂടി, അങ്ങനെ സക്കരിയ സലാഹിന്റെ കൂടെ കൂടുന്ന ആളല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ കൂടെ കൂടി അങ്ങനെ കൂടുന്ന ആളുകളല്ല. മറിച്ച് സത്യം ആര് പറഞ്ഞോ ആ സത്യത്തോടൊപ്പവും സത്യം പറയുന്നവരോടൊപ്പവും എന്നും മുജാഹിദുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആരും പിന്നാലെയല്ല പോണത്, പ്രമാണത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് എന്ന് മാത്രമേ ആ കാര്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് ചെന്നില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ സലഫി വിളിച്ചിട്ട് ചർച്ചക്കൊന്നും പോകാത്തവനാണ് അഷ്റഫ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ഈ സംഗതികൾ വന്ന സമയത്ത് സംയുക്ത സെക്രട്ടേറിയറ്റിന് വിളിച്ചിട്ട് ഞങ്ങൾ പോയിട്ടില്ലേ? നേരത്തെ അബീബ് പറഞ്ഞില്ല അതിലെ ചർച്ച, അതൊക്കെ ഒന്ന് പുറത്തു വരട്ടെ. 5 മണിക്കൂറും 6 മണിക്കൂറൊക്കെ ചർച്ച ചെയ്ത മാറ്റർ അവിടെ ഉണ്ട്. എന്തേ പറഞ്ഞു നാട്ടുകാരറിഞ്ഞാൽ ഞങ്ങൾക്കല്ല ഇതിൽ ക്ഷീണം ഉണ്ടാകുക. വിളിച്ചിട്ട് പോയിട്ടില്ലേ? ബഹുമാനായ TP ആവർത്തിച്ച് വീട്ടിലേക്ക് വിളിച്ചപ്പോഴൊക്കെ ഞങ്ങൾ പോയിട്ടില്ലേ? ബഹുമാനായ AP വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടില്ലേ? PK അഹമ്മദ് സാഹിബ് 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഞങ്ങൾ പോയിട്ടില്ലേ? എന്തിനധികം ഉണ്ണിയൻകുട്ടി മൗലവി ഞങ്ങളെ ആവർത്തിച്ച് വിളിച്ചപ്പോ 2 പ്രാവശ്യം ഞാൻ പോയിട്ടില്ലേ? അതൊന്നുമല്ല, ഞാൻ സ്വന്തം പോയിട്ടില്ലേ? ഇതൊക്കെ ആർക്കാ നിഷേധിക്കാൻ പറ്റുക? ആലോചനകൾക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്, ഗൂഢാലോചനകൾക്ക് ഞങ്ങൾ പോയിട്ടില്ല. എറണാകുളത്ത് ലൈറ്റ് എക്സിബിഷന്റെ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ വെച്ച് ബഹുമാനായ നൂർ മുഹമ്മദ് നൂർസനോട് പറഞ്ഞു, എനിക്കും നിനക്കും അബ്ദുറഹ്മാൻ സലഫിക്കും ഒന്ന് കൂടിയിരിക്കണം ഇപ്പത്തെ പ്രശ്നം ഒന്ന് പരിഹരിക്കാന്. ഞാൻ പറഞ്ഞു, നമ്മൾ 3 കൂടിയിട്ടല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്, അത് സംയുക്ത സെക്രട്ടേറിയറ്റ് വിളിക്കുക, അതിൽ എന്റെ അഭിപ്രായങ്ങൾ പറയാ. അപ്പൊ എന്താ, അനസ് മൗലവിയെ അനീഫ മൗലവിയെ ഒക്കെ കൂട്ടിപ്പിടിച്ച പോലെ ഒരു കോക്കസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോ എന്നെയായിക്ക് വിളിച്ചു. അപ്പൊ ഞാൻ പറയാം, ആ കോക്കസ് പരിപാടിക്ക് ഞാനില്ല, യോഗം വിളിക്കുക, അതിൽ ചർച്ച ചെയ്യുക, അതിന് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് സംയുക്ത സെക്രട്ടേറിയറ്റ് ഉണ്ടായിക്കൊണ്ട് അവിടെ പോയി നമ്മൾ അഭിപ്രായം പറഞ്ഞത്. അപ്പോ ആലോചനക്ക് നമ്മൾ പോയിട്ടുണ്ട്, ഗൂഢാലോചനക്ക് പോയിട്ടില്ല. ഗൂഢാലോചനക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ വലിയ ഒരു തെറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞങ്ങളെ ആ ചാക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്താ ഇതിനൊക്കെ പരിഹാരം? നമ്മൾ പഠിക്കുക, ദീന് പഠിക്കുക. എന്ത് വിവാദം ഉണ്ടായാലും അതിൽ ഖുർആൻ ഹദീസിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കുക, എല്ലാം കേൾക്കുക. ഇപ്പൊ എന്താ വെച്ചാൽ ഒരു ഭാഗം മാത്രം കേട്ട് അതെന്നെ ശരിയെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളാ. അല്ല, എന്റെ മറുഭാഗം കൂടി കേൾക്കുക. എന്താ കേൾക്കണേന്ന് ഇത്ര പേടി? അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഹക്കാണ് 100% ഉറപ്പുണ്ടെങ്കിൽ പ്രവർത്തിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ളതിൽ നിങ്ങൾ പ്രവർത്തിക്കണം. എനിക്ക് ഇടത്തനാട്ടക്കാരോട് പ്രത്യേകം പറയാനുള്ളതാ, ഒന്നിലും ഇല്ലാതെ നടക്കരുത് ഒരിക്കലും. അവനവൻ ഹക്കാണെന്ന് ബോധ്യപ്പെടുന്നതിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അത് തെളിവുദ്ധരിച്ച ആൾക്കാരോട് പറയണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ കാര്യത്തിന് ആ രൂപത്തിൽ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. അതാണ് നമുക്ക് ആവശ്യം. പിന്നെ ഇവിടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരോട് ഒക്കെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളായിട്ട് ഇവിടെ പ്രശ്നവും കാര്യവും കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മുസ്ലിം ലീഗിന്റെ ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉണ്ട്. എടത്തനാട്ടുകരയിൽ നിങ്ങൾക്കറിയാം, എടത്തനാട്ടുകരയിലെ മുജാഹിദുകളിൽ ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ ഇവരെല്ലാവരും ഉണ്ട്. എന്നാൽ ഇതിന് സജീവമായി പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് അതിന്റെ സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത് ഓടി നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും. അത് വെച്ചിട്ട് ഏതെങ്കിലും ആളുകള്, ഞാനാ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ സെക്രട്ടറി, ഞാനാ മുസ്ലിം ലീഗ് അല്ലെ കോൺഗ്രസിന്റെ ഇവിടുത്തെ ആള്, ഞാനാ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആള്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ആ സംഘടനയിൽ ആ കാര്യം നടക്കും, ഇവിടെ ഉള്ളവരൊക്കെ ജിന്ന് ബാധിച്ച പോലെ തന്നെയാണ്, ഇവിടൊക്കെ മറ്റേ തന്നെയാണ് എന്ന് അവരാരെങ്കിലും പറഞ്ഞാൽ അത് ആ രാഷ്ട്രീയ പാർട്ടിന്റെ നിലപാടായിട്ട് ആരും കാണണ്ട. ഒരിക്കലും അവരും അങ്ങനെ കാണുന്നുണ്ടാവില്ല എന്നാ വിചാരിക്കണത്. അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്നു പറയട്ടെ, തുറന്ന് രംഗത്ത് വരട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമുക്കൊന്ന് കാണാം എന്നേ ഒരു കാര്യം പറയാനുള്ളൂ. ഇതിൽ വെല്ലുവിളിയും ഭീഷണിയൊന്നുമല്ല, മറിച്ച് ഞങ്ങൾക്ക് ഇവിടെ ശാന്തമായി പ്രബോധനം നടത്തണം. ഇപ്പൊ സനാ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കുമ്പോ ഇവിടേക്ക് ഒരു സ്പീക്കർ വെച്ചാൽ വലിയ ശല്യ, ആരവിടുന്ന് പരാതി കൊടുക്കണമെന്ന് നന്നായിട്ട് അറിയാം. അതൊക്കെ ഒന്ന് രംഗത്ത് വന്ന് ചെയ്യണം എന്നാ പറയാനുള്ളത്. അതേപോലെ ഈ ഗ്രൗണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പോ 100 നിയമങ്ങളാണ്. ഇത് സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. ആ സ്കൂളിന്റെ ഗ്രൗണ്ട് ഇപ്പോഴുള്ള ഏതെങ്കിലും ആളുകളുടെ മാത്രമല്ല, അത് ഇവിടുത്തെ രക്ഷിതാക്കളതാണ്. PTA കമ്മിറ്റിയിൽ ആ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. അതുപോലെ തന്നെ
നമ്മുടെ എടത്തനാട്ടുകര എത്തീങ്കാനയുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ നമ്മളെ പരിപാടി വെച്ചപ്പോ ഒപ്പിടിക്കല് നടന്നില്ലേ, മുടക്കാൻ വേണ്ടി നടന്നില്ലേ? അവസാനം തകർന്നത് കൊണ്ടല്ലേ നടക്കാതെ പോയത്? ഇതിനൊന്നും കൊടുക്കണ്ട, എന്നാ ഗാനമേളക്ക് കൊടുക്ക, രാത്രി 12 മണിക്ക് നടക്കുന്ന അത്തരം കൂത്താട്ടങ്ങൾക്ക് കൊടുക്ക, അതിനൊക്കെ ആൾക്കാർക്ക് കൊടുക്കണതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒന്ന് പുറത്തു വരട്ടെ. അത്തരം ആളുകൾക്കൊക്കെ അതൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. അവർക്ക് ഈ നന്മ ഇവിടെ പ്രചരിപ്പിക്കുന്ന ആളുകളും അതിന്റെ ഖുർആൻ ക്ലാസും പരിപാടികളൊക്കെ വിഷമമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ കൊമ്പും തുമ്പി എടുത്തുകാണ്ട് ഈ ഒരു ഘട്ടം മനസ്സിലാക്കിയിട്ട് വരിക എന്നുള്ളത് എന്തല്ല, ഒരു ശരിയായ രീതിയല്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഞാനത് പറയാൻ കാരണം ആരോടും നമുക്ക് പകയും വിദ്വേഷമല്ല, ഞങ്ങൾ ആരും ഉപദ്രവിക്കാനും വരുന്നില്ല. പക്ഷെ ഞങ്ങളെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നത് തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥ ആരെ ഭാഗത്തുനിന്നുണ്ടായാലും അത് തിരിച്ചറിയും. അതല്ലാതെ എല്ലാരോടും നല്ല സഹകരണ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുള്ളൂ. നമുക്ക് നല്ല രാഷ്ട്രീയമുണ്ട്, എല്ലാവരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം. അവനവന് പറ്റുമെന്ന് തോന്നുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആരും വിട്ടുനിൽക്കരുത്. അതിൽ നിൽക്കും വേണം. അതിന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും അവനവന്റെ ആവശ്യങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി അവിടെ രംഗത്തുണ്ടാകണമെന്ന് മാത്രമേ ആ രംഗത്ത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളൊക്കെ ഒരു നിഷ്പക്ഷ സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത്. ഒരു പക്ഷത്തോടൊപ്പം മുഴുവൻ ന്യായത്തോടൊപ്പം മാത്രം നിന്നാൽ മതി. അതല്ലാതെ കക്ഷിത്വത്തിന് വേണ്ടി നിൽക്കുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്തരമൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് പള്ളി മിമ്പറുകളും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ എത്തീങ്കാന ഓർഫനേജ്, അതുപോലെ തന്നെ അറബിക് കോളേജ്, ഇതൊക്കെ നമ്മുടെ കാരണവന്മാരും ആളുകളും പടുത്തുയർത്തിയ സ്ഥാപനമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ടെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ജലം ദൈവാനുഗ്രഹം, പങ്കുവെക്കുക, പാഴാക്കരുത് എന്ന പേരിൽ ISM നടത്തുന്ന ഒരു ബോധവൽക്കരണം. ഇപ്പൊ മഴ നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഉള്ള വെള്ളം എല്ലാവരും പങ്കുവെച്ച് എന്നാൽ ദൂർത്തടിക്കാതെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട്. കുറച്ച് വെള്ളം എടുത്തോളി എന്ന് പറയുമ്പോൾ ഒന്നായിട്ട് കോരിക്കൊണ്ടോണ സ്വഭാവം നമുക്ക് പാടില്ല, എല്ലാവർക്കും കിട്ടണം. അങ്ങനെ നമ്മുടെ നാട്ടില് ഇതൊരു പ്രയാസമില്ലാത്ത രീതിയിൽ ഇത് തരണം ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കുക. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിപ്പിക്കുമാറാകട്ടെ. അവസാന ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒരു വലിയ ഒരു മതവിദ്യാഭ്യാസ കേന്ദ്രം ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലയിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1000 ഷെയറുകളായി തിരിച്ച് 35,000 രൂപയാണ് അതിന്റെ ഒരു ഷെയറിനുള്ളത്. അതുകൊണ്ട് ഏകദേശം ഒരു 5 കോടിയോളം രൂപ അതിന് ചെലവ് വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലാ കാര്യം ഉണ്ടാകണം. ഒരു വലിയ മതവിദ്യാഭ്യാസ ഒരു പ്രോജക്റ്റാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ അതിലുണ്ടാകണം. പിന്നെ ഈ പരിപാടി ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഒരുപാട് ചെലവുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിക്കും തന്നെ ലക്ഷങ്ങൾ നമുക്ക് ചെലവുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്ന നല്ല ഒരു സംഖ്യ, പോക്കറ്റിൽ നിന്ന് ഒരു നോട്ട് വലിച്ചാൽ വീട്ടിൽ പോയാൽ ഒരു എവിടെ കുറച്ച് കാശ് പോയി തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംഖ്യ നിങ്ങൾ അതിലേക്ക് തരണം. നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കും. മനസ്സുള്ള ഇത്തരം നന്മയോട് സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അതിൽ സഹകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ സമ്മേളനം നല്ല രീതിയിൽ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കന്മാരുമുണ്ട്. അവർക്ക് അള്ളാഹു മഅഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.